ഒരു കിണ്ണങ്കാച്ചി കിടുക്കാച്ചി അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ 6 പേരുണ്ട്. അപ്പോൾ ടോപ്പ് 5 എന്നല്ലേ പറയാറ്, ടോപ്പ് 6 എന്നാരും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഒരാളെ എവിക്ട് ചെയ്ത് പുറത്താക്കണ്ടേ, മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ എക്സ് മത്സരാർത്ഥികൾ വന്നിട്ടുള്ള ആൾക്കാരെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകും ഒരാളെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പറയാണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ കൺഫേംഡ് ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ സൺഡേ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഞായറാഴ്ച വരും, 2 പേരെ കൂട്ടിക്കൊണ്ട് വരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ സ്റ്റേജിലോട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയല്ല, ലാലേട്ടൻ ഞായറാഴ്ചത്തെ എപ്പിസോഡിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ശനിയാഴ്ചത്തെ എപ്പിസോഡിലും വരുന്നുണ്ട്. ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ വന്നിട്ട് ഒരാളെ എവിക്ട് ചെയ്ത് പുറത്താക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അത് മേ ബി നമ്മുടെ ഋഷി ആയിരിക്കും, അല്ലെങ്കിൽ ശ്രീതു ആയിരിക്കും. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും ഞാൻ എന്റെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു നിഗമനം എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. എന്താ വെച്ചാൽ ഇവർക്ക് തന്നെയാണ് ഏതൊരു അൺഒഫീഷ്യൽ ആയിട്ട് പോൾ എടുത്ത് നോക്കട്ടെ, വോട്ടിംഗ് റിസൾട്ട് ആയി എടുത്ത് നോക്കട്ടെ, എല്ലാത്തിലും ഇവര് രണ്ടുപേരും ആണ് ഏറ്റവും കുറവ് നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങ് ഊഹിക്കാന്നുള്ളൂ കേട്ടോ. പിന്നെ ആ ബിഗ് ബോസ് ഹൗസിലുള്ള ബാക്കിയുള്ള മത്സരത്തിൽ കുറച്ച് സ്ട്രോങ് ആണ് നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അവർ രണ്ടുപേരും ആയിരിക്കും, ഇതിൽ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ശനിയാഴ്ച എവിക്റ്റ് ആയി പോകുന്നത്. ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ചത്തെ ഓരോരാൾക്കാരായിട്ട് ഇങ്ങനെ എവിക്റ്റ് ചെയ്ത് പോകാനായിരിക്കും ചാൻസ്. നമുക്കറിയാലോ, അത് എല്ലാ സീസണിലും നടക്കുന്നത് പോലെ തന്നെ. അത് മാത്രമല്ല, അത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ സൺഡേ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലെയിൽ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ, അപ്പൊ അതും കൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നാകെ 2 മത്സരാർത്ഥികളെ ബിഗ് ബോസ് വീട്ടിലോട്ട് നിലവിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് പേര് കയറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോകും ഒരുപാട്. അതുകൊണ്ട് തന്നെ നാളെ 2ൽ കൂടുതൽ ആൾക്കാർ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ ഗബ്രി എന്തായാലും ഉണ്ട് എന്നൊരു വാർത്തയും കൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. ജാസ്മിന്റെ വെടിക്കെട്ട് റിയാക്ഷൻ ആണ് നാളത്തെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ന് ഒരു ഫൺ എപ്പിസോഡ് തന്നെയാണ് നമ്മൾ കണ്ടല്ലോ. ഇന്ന് നല്ല രസമുള്ള പരിപാടിയായിരുന്നു. ജാൻമണി ദാസ് ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഒരുപാട് പേര് ചുമ്മാ കള്ളം പറയലേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായല്ലോ, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ജാൻമണി ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്, യമുന വരുന്നു പറഞ്ഞു, യമുനയും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് ആണ്, നിങ്ങൾക്ക് വിശ്വസിക്കാം 100%. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മറക്കാണ്ട് CS റോക്കസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക. എന്തായാലും ഈ പ്രാവശ്യത്തെ ഗ്രാൻഡ് ഫിനാലെ ഒരു 1.5 ഗ്രാൻഡ് ഫിനാലെ ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പിന്നെ ദയവേത് നിങ്ങൾ ഇഷ്ട മത്സരാർത്ഥിക്ക് പോയി വോട്ട് ചെയ്യുക കേട്ടോ. വോട്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ ജയിച്ചോണമെന്നില്ല. ഇപ്രാവശ്യത്തെ എവിക്ഷൻ അല്ലെ ഇപ്രാവശ്യത്തെ ഗ്രാൻഡ് ഫിനാലെയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടന്നോണമെന്നില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ജയിക്കാൻ ചാൻസ് ഉള്ളൂ. ഇപ്രാവശ്യത്തെ സീസൺ തന്നെ അങ്ങനെയാണ്, ഭയങ്കര അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ മറക്കരുത്.